ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ ആദ്യമായി കണ്ടുമുട്ടിയത് എവിടെ വച്ചാണ്? വർക്കല. സൈമൺ കമ്മീഷനെ എതിർക്കാനുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏത്? മദിരാശി സമ്മേളനം. സൈമൺ കമ്മീഷനെതിരെയുള്ള പ്രക്ഷോഭത്തിനിടയിൽ ബ്രിട്ടീഷ് പോലീസിൻ്റെ ക്രൂരമർദ്ദനത്തെ തുടർന്ന് മരണപ്പെട്ട ഇന്ത്യൻ നേതാവ്? ലാലാ ലജ്പത് റായ്. കേന്ദ്രമന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ മസ്തിഷ്ക ജ്വരം ബാധിച്ച് അകാല മൃത്യുവിനിരയായ സ്വാതന്ത്ര്യസമര സേനാനിയാര്? ഗോവിന്ദ് വല്ലഭ് പന്ത്. മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന കാലം വരെ ഞങ്ങളുടെ കൈകളിലെ തോക്ക് ഗർജിക്കേണ്ടി വരും. ഇങ്ങനെ പറഞ്ഞതാര്? ഭഗത് സിംഗ്. ബ്രിട്ടീഷുകാർ ഭഗത് സിംഗിൻ്റെ മൃതശരീരം ഏത് നദീതീരത്ത് വെച്ചാണ് കത്തിച്ചു കളഞ്ഞത്? സത്ലജ് നദീതീരത്ത്. ഭഗത് സിംഗ് തൻ്റെ ജീവിതം കൊണ്ട് ദേശീയതയ്ക്ക് പരിവേഷമണിയിച്ചതുപോലെ ഇത്ര ധന്യമായ ഒരു ഭാവാത്മകത്വം ഞാൻ മറ്റൊരു വ്യക്തിയിലും ഇന്നേ വരെ ദർശിച്ചില്ല. ആരുടെ വാക്കുകളാണിത്? ഗാന്ധിജിയുടെ. ഭഗത് എന്ന പേരിൻ്റെ അർത്ഥം ഭാഗ്യം. റഷ്യൻ വിപ്ലവം നടന്ന വർഷം 1917 ഒക്ടോബർ വിപ്ലവം എന്നും അറിയപ്പെടുന്നു. ന്യൂ ഏജ് എന്ന കമ്മ്യൂണിസ്റ്റ് വാർത്താപത്രത്തിൻ്റെ പത്രാധിപർ ആരായിരുന്നു? PC ജോഷി. ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ വിപ്ലവകാരിയായ സൂര്യ സെൻ ആരായിരുന്നു? സ്കൂൾ മാസ്റ്റർ. ഡൽഹി സെൻട്രൽ അസംബ്ലിയിലേക്ക് ഭഗത് സിംഗും കൂട്ടരും ബോംബെറിഞ്ഞ വർഷം ഏത്? 1929 ഏപ്രിൽ 8. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയ വിപ്ലവ നേതാവ് ആര്? ഭഗത് സിംഗ്. ഏത് സമ്മേളനത്തിൽ വച്ചാണ് കോൺഗ്രസ് നമ്മുടെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചത്? ലാഹോർ സമ്മേളനം. യങ് ഇന്ത്യ എന്ന പത്രം ആരുടേതായിരുന്നു? ഗാന്ധിജി. ഏതു നിയമം ലംഘിക്കാനാണ് ഗാന്ധിജി ദണ്ഡിയാത്ര നടത്തിയത്? ഉപ്പ് നിയമം. ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം ഏത്? 1930 ഏപ്രിൽ 6. ദണ്ഡിയാത്രയെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചതാര്? ഇർവിൻ പ്രഭു. ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ ശ്രീരാമൻ്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് വിശേഷിപ്പിച്ചത് ആര്? മോത്തിലാൽ നെഹ്റു. ബക്സർ യുദ്ധം നടന്ന വർഷം ഏത്? 1764. ഏപ്രിൽ 6 മുതൽ 13 വരെയുള്ള ദിവസങ്ങൾ അക്കാലത്ത് ദേശീയ ദുഃഖാചരണ വാരമായി ആചരിക്കാനുണ്ടായിരുന്ന കാരണമെന്ത്? ജാലിയൻ വാലാബാഗിലെ ക്രൂരമായ നരഹത്യയെ അനുസ്മരിച്ചുകൊണ്ട്. ഉപ്പ് എന്തിൻ്റെ പ്രതീകമാണെന്നാണ് ഗാന്ധിജി പറയുന്നത്? ശക്തിയുടെ. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി?
കാന്തിലാൽ. നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത് നിയമലംഘനം നടത്തിയതിന് തൻ്റെ കെട്ടുതാലി കോടതിയിൽ പിഴയായി അടക്കേണ്ടി വന്നത് ആർക്ക്? കമലാബായി. ബ്രിട്ടീഷുകാർ ജാതീയമായി ഇന്ത്യക്കാരെ വിഭജിക്കാൻ ഏർപ്പെടുത്തിയ കമ്മ്യൂണൽ അവാർഡ് സ്വീകരിച്ച ഇന്ത്യൻ നേതാവ്? അംബേദ്കർ. വിവിധ ഭാഷകളിൽ പ്രസിദ്ധീകരിച്ചിരുന്ന നവജീവൻ എന്ന പത്രത്തിൻ്റെ പേരുമാറ്റി ഹരിജൻ എന്നാക്കിയതാര്? ഗാന്ധിജി. ഒരു സമ്മേളനത്തിനിടെ ഗാന്ധിജിക്ക് തൻ്റെ ആഭരണങ്ങൾ ഊരി നൽകിയ 12 വയസ്സുകാരിയുടെ പേരെന്ത്? കൗമുദി. AKG ഏതു വർഷമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമായത്? 1927. ഏതു വർഷമാണ് കോൺഗ്രസിൻ്റെ 4 മെമ്പർഷിപ്പ് പോലും വേണ്ടെന്ന് പറഞ്ഞ് ഗാന്ധിജി രാഷ്ട്രീയ രംഗത്ത് നിന്നും പിന്മാറിയത്? 1934 സെപ്റ്റംബർ 8. ബ്രിട്ടീഷ് ചക്രവർത്തി ഇന്ത്യ ആക്ട് ഒപ്പുവെച്ച വർഷം ഏത്? 1935. സോഷ്യലിസം എന്ന കൃതിയുടെ രചയിതാവ്? ജയപ്രകാശ് നാരായണൻ. ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്ഷേത്രപ്രവേശന വിളംബരം. അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടതാര്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. സാരേ ജഹാംസെ അച്ച എന്ന് തുടങ്ങുന്ന ഉറുദു ദേശഭക്തി ഗാനത്തിൻ്റെ രചയിതാവാര്? അല്ലാമ ഇക്ബാൽ. 1936 ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ഏതു വർഷമാണ് അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് വർഷിച്ചത്? 1945. ഫോർവേഡ് ബ്ലോക്ക് എന്ന സംഘടന രൂപീകരിച്ചതാര്? സുഭാഷ് ചന്ദ്രബോസ്. ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? വിനോബ ഭാവെ. ഏത് വർഷമാണ് ഭാരത സർക്കാർ വിനോബ ഭാവെക്ക് മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം നൽകി ആദരിച്ചത്? 1982. രണ്ടാം ലോക മഹായുദ്ധം നടന്നതെപ്പോൾ? 1939 മുതൽ 1945 വരെ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യക്കാരുടെ പൂർണ്ണ പിന്തുണ ഉറപ്പിക്കുന്നതിനായി 1942 മാർച്ചിൽ ബ്രിട്ടീഷ് ഭരണകൂടം ഇന്ത്യയിലേക്ക് അയച്ച ദൗത്യ സംഘം ഏത്? ക്രിപ്സ് മിഷൻ. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷമേത്? 1942 ഓഗസ്റ്റ് 8. എനിക്ക് സ്വാതന്ത്ര്യം വേണം, ഉടനെ വേണം, അടുത്ത സൂര്യോദയത്തിന് മുമ്പ് ലഭിക്കുമെങ്കിൽ അത്രയും വേഗം. ഇങ്ങനെ പറഞ്ഞ നേതാവാര്? മഹാത്മാഗാന്ധി. INA-യുടെ പൂർണ്ണരൂപം? ഇന്ത്യൻ നാഷണൽ ആർമി. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്നതാര്? അരുണ ആസഫ് അലി. ചലോ ദില്ലി
എന്ന മുദ്രാവാക്യം മുഴക്കിയത് ആര്? സുഭാഷ് ചന്ദ്രബോസ്. നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിക്കുന്നതിൽ അതുല്യമായ പങ്കുവഹിച്ച മലയാളിയാര്? VP മേനോൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതെപ്പോൾ? 1947 ഓഗസ്റ്റ് 15. ഇന്ത്യൻ യൂണിയനിലോ പാകിസ്ഥാനിലോ ചേരാതിരുന്ന കാശ്മീർ രാജാവ് ആര്? രാജാ ഹരിസിംഗ്. ആരായിരുന്നു സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി? ജവഹർലാൽ നെഹ്റു. ഈ ചോദ്യത്തിനുള്ള ഉത്തരം കമൻ്റ് ചെയ്യൂ. ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത് എന്ന്?